എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. കൂളിംഗ് ഗ്ലാസ് വെച്ച് സീൻ കാണാതിരിക്കല്ലേ? ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? സുവിശേഷം വായിക്കണ നാവുകൊണ്ട് തീട്ടം തുപ്പല്ലേ. ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അത് ആറായിട്ട് മടക്കി നിന്റെ കോണാത്തി കൊണ്ടുവച്ചാണ്. അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. മക്കളെ, ഒരല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഗുഡ് ഐഡിയ. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പാട്ട് ഞാൻ നമ്മുടെ താത്താക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. Play the music. മുബിയുടെ പാരഡൈസ് എന്ന ഹൂറി അറിയാതെ സമ്മതിച്ചു. കേപ്പട്ടി മാദത്തിൽ ഹിജാബ് മത ചിഹ്നമാണ്. ഇതെന്താ? അതെ, ഹിജാബ് ചോയ്സ് അല്ല, ഹിജാബ് ചോയ്സ് അല്ല. ഡാൻസ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, ഹിജാബ് വസ്ത്രമല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ വസ്ത്രമെന്ന് വാദിച്ചവർക്കിപ്പോ മറുപടി മുട്ടി. പേപ്പട്ടി മത സദാചാര ഗുണ്ടയായി കയറിയ മുബി എന്ന ഹൂറി അറിയാതെ ഹിജാബ് മത ചിഹ്നമെന്ന് വെളിപ്പെടുത്തി. ചോദിക്കുകയാ, അല്ലേ ജാബ് വസ്ത്രമല്ലേ? ഇത് ഇന്റർനെറ്റിന്റെ വിജയം, അപ്പിക്കുപ്പായത്തിന്റെ മരണം. അപ്പിക്കുപ്പായത്തിന്റെ മരണം. ഇതിൽ കൂടുതൽ പ്രൊമോഷൻ താങ്ങാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. ഈ പാട്ട് നിങ്ങൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നതല്ലേ പറഞ്ഞത്? അപ്പൊ ഹിജാബിന് വേണ്ടി ഒരു പാട്ട് തന്നെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. അകമ്പടിയായിട്ട് നമ്മുടെ മുബി ഹൂറി താത്താടെ ഡാൻസ് നിങ്ങൾ അങ്ങ് പ്രചരിപ്പിക്കുക. ഓക്കെ, ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം, പാരമ്പര്യം, വിശുദ്ധി, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ട്, ഇത് ഇവിടെ ഞാൻ മുസ്ലിം എന്നുള്ള വാക്ക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. നിനക്കൊക്കെ ഇത് മതി. കാരണം ഇവരെ ഞാൻ ജിഹാദി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ജിഹാദികൾക്ക് നാണക്കേടാണ്. ഇവിടെ ഞാൻ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് കുറെ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. കാഫിറുകൾ തലകുത്തി നിന്നാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഐ ബിലീവ് ഇൻ അല്ലാഹ്. ഈ പറയുന്ന രീതിയിൽ കാഫിറുകൾ തലകുത്തി നിന്നാലും എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ കാഫിറുകൾ എന്ന് ഉപയോഗിക്കുമ്പോൾ അതെന്താണ് ഉദ്ദേശം ഒന്ന് എനിക്ക് പറഞ്ഞു തരണം എൻ്റെ പൊന്നു മക്കളെ. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. അപ്പൊ ഇവർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ, അവർ മുഴുവൻ ഇവർക്ക് വിരുദ്ധരായ ആളുകൾ, ഇവരുടെ ശത്രുക്കൾ, അവരെ മുഴുവൻ ഒറ്റ വാക്കിൽ ഒതുക്കിയിരിക്കുകയാണ് കാഫിറുകൾ. അതെയല്ലേ? ശരി എന്നാ.